ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം. നമുക്ക് തുടങ്ങിയാലോ? ഞാൻ ചോദിച്ചേ ഏറ്റവും ഉപദേശിക്കും. എന്നാ പറ. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഗായ്സ്, നമ്മളിന്ന് പറഞ്ഞു തുടങ്ങാം. മുട്ടിയിരിക്കല്ലോ അതൊന്നും പറഞ്ഞില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഹലോ ഗൈസ്, ഞാൻ പറഞ്ഞു ഹലോ ഗൈസ്, വെൽക്കം ടു ഡബിൾ ബാരൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്ന് ചെയ്യാൻ പറ്റിയിരിക്കുന്ന വീഡിയോ വള്ളിക്കെട്ട്. അപ്പൊ നമ്മളിത് 3 റൗണ്ട് ആയിട്ടാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഞാനാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് എനിക്ക് അറിയത്തില്ല ഞാൻ പറയാം. നിങ്ങൾക്ക് ബുക്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. തീരുമ്പോ വേണമെങ്കിൽ ബുക്ക് വേണേ തരാനെടുക്കാം. പിന്നെ 2 മാർക്കറൊക്കെ തന്നിട്ടുണ്ട്, വലുതായിട്ടാണ് ആൻസർ. എന്നിട്ട് എഴുതി കഴിഞ്ഞിട്ട് ഇതാണ്ട് അവിടെ കാണിക്കണം. മനസ്സിലായോ? ഞങ്ങൾക്ക് മനസ്സിലായി, അവർക്ക് മനസ്സിലായിട്ടില്ല. ഇന്നത്തെ വീഡിയോ പറഞ്ഞല്ല, ഞങ്ങൾ രണ്ടുപേരെ ടെലിപ്പതി എത്രത്തോളം വർക്കാവുന്നു എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. അമ്മ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. അതിന് ഞങ്ങൾ രണ്ടുപേരെയും മൈൻഡ് ഒരുപോലെയാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു ടെലിപ്പതി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല സൂപ്പർ ഇൻട്രോ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അല്ല, നമ്മളെ ഇതുവരെ ചെയ്യാത്ത ടൈപ്പിലുള്ള ഇൻട്രോ എന്ന് കൊടുത്തേക്കുന്നത്. അത് കറക്റ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞൊന്നും കണക്കിലെടുക്കേണ്ട, തമ്മിലുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പൊ ഗൈസ്, നമുക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് നിന്നില്ലേ, ചോദിച്ചു കീ കൊടുത്തിട്ടേക്കുന്നു. അപ്പൊ ഗൈസ്, ഈ ഒരു സംഭവം ചിരിക്കരുത്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കും. അവര് മറ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഞങ്ങൾ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് നല്ല സാധനമൊക്കെ പറഞ്ഞു കൊടുത്തേക്കാം. അപ്പൊ അവര് ഏതാണ്ട് വേറെ ഏതാണ്ടൊക്കെ സാധനം എടുത്തോണ്ട് വന്നിട്ട് അതിന് തുണി ഉടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ കാർഡ്ബോർഡിന്റെ ഒട്ടയ്ക്ക് തുണി കെട്ടി ജസ്റ്റ് ഒന്ന്. അപ്പൊ ഞങ്ങൾ എന്തിനാ വെച്ചേക്കെന്ന് വെച്ചാൽ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എഴുതുന്ന ഉത്തരം അവൻ കാണരുത്, അവൻ എഴുതുന്ന ഉത്തരം ഞാനും കാണും. അടുത്ത റൗണ്ടിൽ കുറെ ഗെയിംസ് ഉണ്ട്. ആ ഗെയിംസിൽ ഇവൻ ഓരോന്ന് ചൂസ് ചെയ്യുന്നത്, ഞാൻ ഓരോന്ന് ചൂസ് ചെയ്യുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പാടില്ല. എനിക്ക് അങ്ങോട്ടും കാണത്തില്ല, അവനിങ്ങോട്ടും കാണത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് പോകാം. ആർക്കും മനസ്സിലാവും. സ്വാഗതമേ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ അപ്പുന്റെ അടുത്ത. അപ്പുവിനെ കുറിച്ചാണ്. ഇതിൽ എഴുതുമല്ലേ? അല്ല, വരയ്ക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒത്തിരി സമയമൊന്നും തരത്തില്ലേ? ഒത്തിരി ടൈം തന്നില്ല, എനിക്ക് ജസ്റ്റ് ആലോചിക്കാൻ ഒരു ഒത്തിരി ഒന്നുമില്ല. കൂടി 10 സെക്കൻഡ്സ്. പിന്നെ എന്താ 10 സെക്കൻഡ് ഒന്നും അല്ല, 10 സെക്കൻഡ് ഒന്നും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അബൌട്ട് അച്ചു ആസ്കിംഗ് ടു അപ്പു. ഓക്കേ, അച്ചുവിന്റെ ഫേവറേറ്റ് ഫുഡ്. നീ അച്ചു എഴുതണോ? പിന്നെ ഞാൻ എഴുതണ്ടേ? മനെ പിണ്ടലിപ്പതിയാ പിണ്ടലല്ല. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിലെ ഫ്രണ്ട് അങ്ങനെ നോക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ തന്നെ നേരെ തിരിച്ച് കാണിച്ചു, എന്നിട്ട് സ്വന്തമായിട്ട് തിരിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയും. അപ്പൊ ആദ്യത്തേത് ഉണ്ടല്ലോ, ആദ്യത്തേത് അപ്പൊ 2 പേർക്കും പോയിരിക്കുന്നു. അയ്യോ, ഇതെന്തിനാ? അല്ല, അത് പണിഷ്മെന്റ്. ഇന്ന് ഞാൻ ഇടയ്ക്ക് കിടക്കാനാണ് വിചാരിച്ച സാധനം എടുത്തോണ്ട് പോയി. സെക്കൻഡ് ക്വസ്റ്റ്യൻ അപ്പുനെ കുറിച്ചാണ്. അച്ഛനോടാ ചോദിക്കുന്നത്. 2 പേരും ആൻസർ ചെയ്തത്. നിങ്ങൾക്ക് കളി മനസ്സിലായല്ലോ. നല്ല ഹോസ്റ്റിംഗ് ആയിട്ട്. എന്റെ പൊന്നെ, ഞാൻ പറയട്ടെ. അപ്പുനെ കുറിച്ചാണ്. അപ്പുന്റെ ഫേവറേറ്റ് ആക്ടർ ആരാ? മലയാളം, തമിഴ്, മലയാളം മാത്രം. പെട്ടെന്ന് എഴുതേണ്ടതാണ്.
ഇത് രണ്ടും കറക്റ്റ് ആക്കുമായിരിക്കും. കൊള്ളാം. അപ്പൊ എന്താ വേണ്ട, രണ്ടുപേർക്കും പോയിന്റ് വേണം. പോയിട്ട് അങ്ങോട്ട് രണ്ടുപേർക്കും വേണം. അല്ല അച്ഛന് പോയിട്ട് എനിക്ക് എനിക്ക് മനസ്സിലായില്ല. ഹോസ്റ്റ് ചെയ്യുക ഇതൊരു കുന്തവും മനസ്സിലാകുന്ന ഹോസ്റ്റ് ചെയ്യുന്നത്. അടുത്തത് അച്ചുവിനെ പറ്റിയാണ്. ആണോ? അതെയോ? ഫേവറേറ്റ് യങ് ആക്ടർ. യങ് ആയിട്ടുള്ള ഫേവറേറ്റ് ആക്ടർ. പെട്ടെന്ന് എഴുതണം, ഞാൻ ആർക്കും സമയമൊന്നും കൊടുക്കാം. കഴിഞ്ഞോ? ഞാൻ ഇംഗ്ലീഷിലല്ല കേട്ടോ എഴുതുന്നത്, ഞാൻ മലയാളത്തിലാണ് എഴുതുന്നത്. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ആർക്കും വായിക്കാൻ പറ്റുന്നില്ല. ഞാൻ പക്ഷെ ഇവന്റെ ആൻസറാ വിചാരിച്ചത്. ഇവൻ എഴുതിയ പൃഥ്വിരാജ. ടോവിനായിരിക്കും ഉദ്ദേശിച്ചത്. കുറച്ച് സീനിയർ അല്ലേ? എങ്ങാ അപ്പൊ ആർക്കാ പോയിന്റ്? എനിക്ക് പോയിട്ടില്ല. ആർക്കും ഇല്ല. എന്റെ ചോദ്യം. അപ്പൊ എനിക്ക് പോയിട്ടില്ല. നാളെ നിറക്കി വിടാവും. മനസ്സിലാന്ന് പറഞ്ഞത് ഒരു പൂജ്യം ഇട്ടാ മതി. പൂജ്യം ഇട്ടാ മതി. അപ്പൊ അല്ലെ പോയിന്റ് ഒന്നും എഴുതണ്ട, അവസാനം അവരെ കമന്റ് ഇട്ടോളൂ. എത്ര പോയിന്റ് ഒന്നും നീ രാജോട്ടന്മാരത് അടുത്ത ക്വസ്റ്റ്യൻ അപ്പുവിനെ പറ്റിയാണ്. അപ്പുവിന്റെ ഫേവറേറ്റ് ബൈക്ക്. ബൈക്കിന്റെ പേരൊക്കെ അറിയാവോ? പറഞ്ഞായിരുന്നോ? ബൈക്കിന്റെ പേരൊക്കെ പറഞ്ഞായിരുന്നോ? ഏതെങ്കിലും എണ്ണത്തിന്റെ പേരെങ്ങനെ എഴുത്. മതി ഇവിടെ എക്സാം അല്ല, അങ്ങോട്ട് എഴുതി കാണിച്ചു. അപ്പൊ അവൻ കാണിച്ചു. ഗൈസ് ഇവരെ ശരിയാക്കിയിരിക്കുന്നു. ഗൈസ് റോയൽ എൻഫീൽഡ് എന്നൊക്കെ എന്തിനാ എഴുതുന്നത്? അമ്മ പറഞ്ഞു ഏതിന്റെ എഴുതാന്ന്. അങ്ങനൊക്കെ ഞാൻ പറഞ്ഞു. അടുത്തത് അച്ചുവിനെ പറ്റിയാണ്. പെട്ടെന്ന് എഴുതണം, ലാഗടിക്കും. അച്ചുവിന്റെ ഫേവറേറ്റ് പ്ലാന്റ്. ചെടി 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 ഈസ് പ്ലാന്റർ. നിന്നെ കണ്ടാലേ അറിയാം. കാണിക്കും. അത് ശരിയാക്കി. എല്ലാവരുടെ മനസ്സിൽ ആദ്യം വരുന്ന അതാ വലിയ കാര്യം. ഞാൻ ജാസ്മിനും മറ്റേ ഡാലിയൊക്കെ എഴുതി വെച്ചേനെ. അടുത്തത് അപ്പുവിനെ പറ്റിയാണ്. അപ്പുവിന് ഇഷ്ടമല്ലാത്ത സ്ഥലം. ഇത് നിങ്ങൾക്ക് ഞാനുണ്ടാക്കിയത്. ഒത്തിരി സമയമൊന്നുമില്ല, only for 10 seconds. മോനെ ഏതെങ്കിലും അറിയാവുന്ന ഒരു സ്ഥലം എഴുതിയാൽ മതി. ഇഷ്ടമല്ലാ സ്ഥലമല്ലേ? എനിക്കങ്ങനെ ഇഷ്ടമുള്ള സ്ഥലമുണ്ട്. അപ്പത്തവൻ ഷോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ട് ഇവിടെ നോക്കാനൊന്നും പാടില്ല. ഞാൻ കണ്ടു നീ അവനോട് സംസാരിക്കുന്നേ. അങ്ങനെ പറയണ്ട, നേരെ നോക്കി പറഞ്ഞു. പരീക്ഷ അല്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ചിന്തിച്ചിരുന്നില്ലേ എന്റെ ക്വസ്റ്റ്യൻ കേട്ടിട്ട്? രണ്ടുപേരുടെയും ഉത്തരം കോമൺ ആൻസർ ആയതുകൊണ്ട് ഞാൻ മാർക്ക് കൊടുത്തിരിക്കുകയാണ്. ഓരോ ക്വസ്റ്റ്യനും കൊണ്ടുവന്നേക്കുക. അടുത്തത് അതാർക്കാ പോയിന്റ് വന്നേ? എനിക്കാ പോയിട്ടൊന്നും വേണ്ട. അവസാനം അവരെന്നെ കമന്റ് കൊടുത്തോളൂ എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ റെഡിയാക്കി. നിങ്ങൾ എഴുതാനുള്ളതൊന്നുമല്ല, നിങ്ങൾ നേരെ നോക്കിയിരിക്കും. എന്നിട്ട് അത് ക്യാമറക്കകത്ത് നോക്കി ഞാൻ പറയുന്ന കാര്യം ചെയ്യണേ കേട്ടോ. ബ്ലിങ്കാനായി. ഏതെങ്കിലും കാണോ? ഞാൻ ബ്ലിങ്കാനായി എന്നല്ലേ പറഞ്ഞേ. ഐസെന്ന് പറഞ്ഞില്ലല്ലോ. നീ വല്ലേടാ അടച്ചേ. അടുത്തത് റൈസാന. കൈ ഏതെങ്കിലൊക്കെ പൊട്ട്. തെറ്റിക്കാനോ? 1 മുതൽ 10 വരെ ഉള്ളതില് അച്ഛന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നമ്പർ. തെറ്റി ഗൈസ്. അവിടെ 5 ആയിരുന്നു, ഇവിടെ 3 ആയിരുന്നു. കുഴപ്പമില്ല, ഞാൻ കാണിക്കാൻ പറ്റും.
അതെല്ലാം തെറ്റി നമുക്ക് പറഞ്ഞിട്ട് തരില്ല. എഴുതാൻ വന്നതാ എന്നെ വിട്ടു മൂന്നാ. Show a funny face. ഏ? Show a എന്താ? funny face. ഇമോജി കേട്ടല്ല രീതിക്ക് ഒരു funny face. അതൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു നോക്ക്. അടുത്തത് ഇത് വരച്ച് കാണിച്ചാൽ മതി. ഈ ഇമോജിക്കകത്തുള്ള ഷോക്ക് റിയാക്ഷൻസ് ഒക്കെ ഇല്ലേ, അതിലെല്ലാം കാണിക്കും. ഇത് ദിനോസറിന്റെ കുഞ്ഞാണ്. നീ എന്താ കാണിച്ചേ? അയ്യോ അയ്യോ അടുത്ത അപ്പൂനെ ഇഷ്ടപ്പെട്ട എഴുതാനാണ് ഇഷ്ടപ്പെട്ട ആനിമൽ. അത് രണ്ടുപേരും അങ്ങനെ ശരിയാക്കും. ആ, നീ പട്ടിയാണ് കേട്ടെ. സിംഗമോ? ആ. ഞാൻ ഡോഗാട്ടെ. ഞാൻ Animal. പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു. പെറ്റല്ലേ എനിക്ക് ഇത്? പട്ടി. അടുത്തത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് പ്ലേസ് ഏതാ? ഇന്ത്യയിലല്ലേ? ഓൾ ഇന്ത്യ. ഓൾ ഇന്ത്യ അയ്യോ അത് ഇയാളെ ചോദിച്ചോണ്ട് അറിയാം. വലിയ കാര്യമേ അത് വലിയ കാര്യമൊന്നും നോക്കണ്ട കാര്യം. വലിയ കാര്യമൊന്നും വലിയ കാര്യം. അപ്പോൾ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഡ്രസ് അതും ശരിയാക്കി ഗൈസ്. അതിലും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഒരു സ്കോർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്താണ് ഗൈസ് അവർ. പക്ഷെ എഴുതിയപ്പം ഷർട്ടും മുണ്ടോന്ന് എഴുതണമായിരുന്നു. മുണ്ടാന്റെ ഷർട്ട്. രണ്ടാ. അടുത്തത് അച്ചുച്ചേന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സോഷ്യൽ മീഡിയ. ഇതിലും വലിയ കാര്യമൊന്നുമില്ല. 24 മണിക്കൂർ അതിനകത്ത് വെച്ചിരിക്കും. 24 hour ഞങ്ങൾ അങ്ങനെ കയറാറില്ല. എന്നാലും വല്ലപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം തന്നെ. മതി മതി. അവര് പ്രൊഫൈലൊന്നും പറയാൻ പറഞ്ഞിട്ടില്ല. പ്രൊഫൈലോ? പ്രസംഗമായിരുന്നു. കാര്യം പറയണ്ട. തിരുപ്പതി ഇത് ആദ്യത്തെ പ്രസംഗം. അല്ല, ഞങ്ങൾ തിരുപ്പതി കണക്കാൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ഞാനായിരുന്നു ഇതിൽ നേരത്തെ തിരിച്ചത്. ഗൈസ് അങ്ങനെ നമ്മള് റൗണ്ട് ഫസ്റ്റ് അല്ലെങ്കിൽ റൗണ്ട് 1 എന്നുള്ളത് നമ്മള് അതിസാഹസികമായി എന്റെ ഹോസ്റ്റിന്റെ ആ ഒരു സഹായത്തോടെ അതിസാഹസികമായി ഗൈസ് ഇത് ഞങ്ങള് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. അത്രേ ഉള്ളൂ അത് പറയാൻ ഉദ്ദേശിച്ചത്. ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയി. ഞങ്ങള് തിരുപ്പതി ഞങ്ങള് 2-3 ചോദ്യമുണ്ട് ഞങ്ങള് പറയാത്തത്. പോയോ തെറ്റിയത് പോയത് പോയതാ. എല്ലാ ചോദ്യവും എല്ലാവർക്കും ഒരുമിച്ച് തിരുപ്പതി വരണം എന്നൊന്നുമില്ല. ചില ചോദ്യങ്ങളൊന്നും അതും ഇത് 16 ചോദ്യം ചോദിച്ചില്ല. 16 ചോദ്യം ചോദിച്ചതില് 13 ഞങ്ങൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. 13-12 ഞങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് കിട്ടി. ഞാൻ 15 ചോദിച്ചിട്ടുണ്ട്. ഇതിന് നമ്മള് ആകെ ഒരു പണിഷ്മെന്റ് മാത്രമേ കിട്ടിയുള്ളൂ. ഞാൻ ബാക്കി പിന്നെ തരാൻ അടുത്ത അടുത്ത വേറെ റൗണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ റൗണ്ട് 1 സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മീ. ഓക്കെ അപ്പൊ ഗൈസ് നമ്മൾ റൗണ്ട് ഫുള്ള് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത നമ്മള് റൗണ്ട് 2 പോവാണ്. Round 2. ഞാനും പറഞ്ഞു. അത് ഇങ്ങനെ ഞാൻ പറയുമ്പോഴത്തേക്ക് എന്നാ പിന്നെ ഇയാളെന്റെ സ്ഥലത്ത് വന്നിട്ട് ഞാൻ ഇട്ടിരിക്കാം. നമുക്ക് അടുത്ത അങ്ങനെ ചെയ്യാം. അപ്പൊ ഗൈസ് നമ്മളിതില് ഏതെങ്കിലും 3 എണ്ണം എടുക്കും. Guys, അങ്ങനെ ഇഷ്ടമുള്ളത് ഇത് കഴിയുമ്പോ ഞാൻ ഈ സാധനം എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇത് കഴിയുമ്പോ ഞാൻ ഈ സാധനം മാറ്റും. എന്നിട്ട് അടുത്തടുത്ത സാധനം വെക്കും. അങ്ങനെ ഓരോ സാധനം വെക്കുമ്പോഴത്തേക്ക് എന്റെ ഫേവറേറ്റ് ഏതാണെന്ന് അവന്റെ ഫേവറേറ്റ് ഏതാണെന്ന് ഞങ്ങൾ സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ പണിഷ്മെന്റ്, ശരിയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്വന്തം കൂടെ എനിക്ക്. ഓക്കെ അപ്പൊ ഈ ഒരു ഗെയിം ചലഞ്ച് ഇടാൻ പോവാം. ഈ ഒരു അടിപൊളി ഒരു ഫണ്ണി ഗെയിം ചലഞ്ച് പോലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത്. നോക്കാം ഫണ്ണി ആകുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. ഇതിപ്പോ 3 ലേസും ഒരു കുക്കറും ഞാൻ വെച്ചിട്ടുണ്ട് 2 പേർക്ക്. അപ്പം ഇതിനകത്ത് അപ്പോൾ ഇഷ്ടപ്പെട്ട ഏതായി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് റൈസ് ചെയ്താൽ എടുത്ത് റൈസ് ചെയ്യാം. അത് പിന്നെ എപ്പോഴും തിന്നുന്നതുകൊണ്ട് അവർക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് അവര് ശരിയാക്കിയിട്ടുണ്ട്. അച്ഛന്റെ ഫേവറേറ്റ് പറയൂ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ആദ്യം ഇത് ചെയ്യുമ്പോ ഇത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുമ്പോൾ ശരിയാണോ അല്ലയോ എന്ന് പറയരുത്.
എന്നിട്ട് രണ്ടൊക്കെ കൂടെ ഒരുമിച്ചേ പറയാവുള്ളൂ. മണ്ടി മണ്ടി. അതിനിപ്പോ എന്തുവാ അപ്പൊ ഞങ്ങളെല്ലാവർക്കും ഏകദേശം ഒരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. പിന്നെ ഇത് മാറ്റി വെച്ചത്. നെക്സ്റ്റ് ഇതൊക്കെ ആർക്കറിയാം. മണ്ടിയാണ് ഗൈസ്. ബേസിക്കലി ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ബുദ്ധി ഉണ്ടെന്ന് അഭിനയിക്കുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ മണ്ണപ്പം കഴിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാനാണ്? ഇതിലെനിക്ക് ശരിയാക്കുന്ന എനിക്ക് കാണണം. അപ്പം ഇതില് അച്ഛന് ഇഷ്ടപ്പെട്ട ആൾക്ക് കാണിക്കും. ഇനി അപ്പൂന് ഇഷ്ടപ്പെട്ട എടുത്ത് കാണിച്ചേ. ശരിയാണോ ഇത്? ചേട്ടൻ മാറ്റി. അന്ന് എനിക്ക് ഇഷ്ടമുള്ളോ? അയ്യേ ജമ്മിപ്പോ എനിക്ക് ഇതാണോ? ഞാൻ ഇതും കുടിക്കുന്നു. Guys, ഇപ്പൊ ഈ ഗെയിം ചലഞ്ചില് എടുത്തത് 2 എണ്ണം ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. വലിയ കാര്യമായിട്ട് വലിയ ഇതൊന്നുമില്ല. അപ്പൊ ഇതും കൂടെ ഞാൻ വെറുതെ കൂടെ രസത്തിന് നമ്മളുടെ വലിയ രാജാവായ ഓറിയോയും ചെറിയ രാജാവായ ബോർബണും ഉള്ളതിലേക്കും പാവമായിട്ടുള്ള പാർലേക്ക് കുട്ടിനെ വിടുന്നുണ്ട്. അപ്പം അപ്പോൾ ഇഷ്ടപ്പെട്ട സാധനം എടുത്ത് റൈസ് ചെയ്യൂ. അടുത്ത അച്ഛന് ഇഷ്ടപ്പെട്ട സാധനം എടുത്ത് റൈസ് ചെയ്യൂ. അതിപ്പോ തിരിച്ചാൽ പറയാനൊന്നുമില്ല. സൗണ്ട് ഇല്ലാത്ത ഭാഗം വരുമ്പോൾ നമുക്ക് മനസ്സിലായി. അതെനിക്ക് അറിയാമായിരുന്നു. ഇതില് അച്ഛന് ഇഷ്ടപ്പെട്ട ഏതാ? ഇതൊക്കെ എന്താന്നറിയോ? ആ വലുതിരിക്കുന്ന ആപ്പിളും ഇടതിരിക്കുന്ന ഓറഞ്ചും. അപ്പൂന് ഇഷ്ടപ്പെട്ട ഏതാ? ഇഷ്ടപ്പെട്ട ഇനി അച്ഛന് ഇഷ്ടപ്പെട്ട ഏതാ? നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിപ്പി. നീ രണ്ടും ആപ്പിള പൊക്കി. 2 വർഷത്തിന് മുന്നേ നിനക്ക് ആപ്പിളായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. 2 വർഷം കഴിയും ഇഷ്ടം മാറി തുടങ്ങിയായിരുന്നു. നീ അറിഞ്ഞില്ലായിരുന്നത്? ഇതൊക്കെ മുട്ടായിന്നറിയാവോ? എനിക്ക് വായിക്കാൻ അറിയത്തില്ല. ചെറുത് ഡയറി മിൽക്ക് നല്ല നീളമുള്ളത് 5 പിന്നെ ഇത്ര മീഡിയം സൈസിലുള്ളത് കിട്ടിയാൽ. ഇതിലെ അച്ഛനും ഇഷ്ടപ്പെട്ടതാ? എനിക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പു കാണിച്ച് അപ്പൂന് വേണേ മാറ്റാം. അത് തന്നെയാണോ എടുക്കുന്നത്? ഇനി അച്ഛൻ ഇഷ്ടപ്പെട്ടെ? എനിക്ക് എന്റെ പേര് തന്നെയാണ്. അപ്പൂന് ഇഷ്ടപ്പെട്ടയോ? എടുക്കുവോ ഏതെങ്കിലും ഒന്ന്? എനിക്ക് ഇവന്റെ കാര്യം ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ചുമ്മാ എടുത്ത് ബുക്കുന്നേ. ആദ്യത്തെ പ്രാവശ്യം എടുക്കുന്ന പണി താത്തു വെക്കത്തില്ല. അതുകൊണ്ടാണ് കേട്ടാ 2 പേരും ചെറുതായിട്ട് ശരിയായിരുന്നു. ഇത് നിങ്ങൾ ആലോചിച്ച് പറയണം കാര്യം. ഇത് ആലോചിച്ച് പറയണം. ഒത്തിരി പൈസ ആയത് ചെറുതായിട്ട് തിന്നാൻ പറ്റണം. ഞാൻ രാവിലെ കൂടെ വിചാരിച്ചുള്ളൂ ഒത്തിരി തീർന്നു. ഇതെന്തിനാ തന്നിരിക്കാന്നറിയാലോ? ഇതിലേതാണ് എനിക്കിഷ്ടപ്പെട്ടത്? ഏതാണ് അച്ഛന് ഇഷ്ടപ്പെട്ടത്? ഏതാണ് അപ്പൂന് ഇഷ്ടപ്പെട്ടത്? ഏതെങ്കിലും ഒന്ന് മാറ്റി പിടിച്ചാ പട്ടികള്. എന്റെ കയ്യിലെ സാധനമൊക്കെ തീർന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടത്. നീയോ? ഇഷ്ടപ്പെട്ടോ? അച്ഛന് ഇഷ്ടപ്പെട്ടത്? അപ്പൂന് ഇഷ്ടപ്പെട്ടോ? ഗ്യാസ് ഇത് പറയും ഗൈസ്. കാരണം 24 മണിക്കൂർ ആ കടയിൽ കയറി ഇറങ്ങി ഇത് അതിരുന്നത്. ബാക്കിയൊക്കെ ബാക്കിയൊക്കെ റൗണ്ട് 2 സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. റൗണ്ട് 3 കണ്ടോ? ഒന്നും തെറ്റിട്ടില്ല. ആപ്പിൾ ബാക്കിയെല്ലാം ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ വർക്ക് ആകുന്നുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. എനിക്ക് നേരത്തെ അമ്മു മാക്സിമം ഞങ്ങളെ തെറ്റിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് ഓക്കെ ആയതുകൊണ്ട് കറക്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ശരിയാക്കുന്നു. റൗണ്ട് 2 സക്സസ്ഫുള്ളി അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ അടുത്ത പോകുന്ന റൗണ്ട് 3. റൗണ്ട് 3 എന്ന് പറഞ്ഞാൽ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള റൗണ്ടാണ് റൗണ്ട് 3. എന്താ കുറച്ച് ഫുള്ളും ക്വസ്റ്റ്യൻസ് ആയിരിക്കും.
അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഇല്ലാതെ ഫ്രഷ് ഇത് വേണം. അതും about to cook, okay? എബോട്ട് To cook. കുക്കോ ഒന്നുമില്ല. ആദ്യത്തെ question. പെട്ടെന്ന് എഴുതണം. അത് ഈ റൗണ്ടിന്റെ ഒരു പ്രത്യേകതയാണ്. വേറെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഞാനാ ചോദിക്കുന്നത്. അതുണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യന് ഹൂ ഇസ് എ കെയറിംഗ് പേഴ്സൺ? നിങ്ങൾ രണ്ടുപേരില്ലേ? എനിക്ക് പുച്ഛിക്കേണ്ട ഉത്തരം വല്ലതാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരില്ല. പിന്നെ എന്റെ കാര്യം ചോദിച്ചു. എങ്ങനെ എഴുതാൻ തോന്നി? ആര് പറഞ്ഞു? നീയാന്ന്. ഇവൻ. അയ്യേ. എന്നേക്കാൾ കെയറിങ് അച്ചുവാണ്. ചേറാട്ടനാണ്. കേരട്ടൻ നാട്ടിലുള്ള പെൺപിള്ളേരുടെ എന്റെ വീട്ടുകാരുടെ എല്ലാം കേരട്ടനാണ്. നന്നായി. അല്ലേ അമ്മു? അതെ, അത് നന്നായിരുന്നു കേട്ടോ, ഫ്രഷ് ആയിരുന്നു. അടുത്തത് ഹൂ ഇസ് ദ ദേശക്കാരൻ? അത് തെറ്റ്. അല്ലടാ, അന്ത് ഉദ്ദേശിച്ചേ തെറ്റിയേ? പക്ഷെ അവൻ നിന്റെ പേര് അല്ല, അവന്റെ പേര് മാത്രമേ എഴുതി. അതില് കാര്യം നീ രണ്ടുപേരും എഴുതിയിട്ടുണ്ട്. തെറ്റ്. തെറ്റിയൊന്നുമില്ല. പിന്നെ എഴുതുമ്പോ ഞാൻ ആരാന്നെ ചോദിച്ചോളൂ, ആരൊക്കെയെന്ന് ചോദിച്ചില്ല. അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. രണ്ടുപേർക്കും ദേഷ്യമുണ്ട്, പക്ഷെ കൂടുതൽ ദേഷ്യം. ഓ ശരി. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റിന് ഒരുങ്ങാൻ ഏറ്റവും കൂടുതൽ താമസമുള്ള മണ്ടൻ? അതെനിക്ക് അറിയായിരുന്നു, രണ്ടുപേരും തെറ്റിക്കും. കറക്റ്റാ. നീ കൂടുതൽ ഗണിക്കണ്ട, അതിനൊക്കെ അതിനൊക്കെ താമസം. സ്വന്തമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം മിസ്റ്റർ. എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന മോനെ കുറച്ചുമ്പോ കൊട്ടറിയാം. നമുക്ക് അടുത്ത ആലോചിച്ച് പറയണം. ഭയങ്കര ആലോചിക്കാൻ ടൈം തരണേ. അപ്പൊ ഫീലിങ്സ് പക്ഷി ആരാ? പട്ടിനകത്ത് ഞാനില്ലടാ. ഞാനില്ല. നമ്മൾ രണ്ടുപേരും വെട്ടിട്ടില്ല. നീ മട്ടനാണല്ലോ. ശരിയാണ് guys. നിന്റെ പേര് ഞാൻ നിന്റെ പേര്. അയ്യേ. അല്ല, ഞാൻ നിന്റെ പേര് എഴുതിയാലും പുറകിൽ ഒരു കമന്റ് വരും, ഞാനാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്, അതുകൊണ്ട് ഞാൻ എന്റെ പേര് ഞാൻ സത്യം മാത്രമേ പറയൂ. അടുത്തത് ഇതെനിക്ക് അറിയാം guys. ഏറ്റവും കൂടുതൽ മടിയുള്ളത് ആർക്ക്? സ്വന്തമായിട്ട് കേട്ടും പോകുന്ന നാട്ടുകാർ കാണാനോട് ഓർക്കണം കേട്ടോ. ആ ഉത്തരം എന്നെ കൂടെ ഒന്ന് കാണിക്കാം. ബഹുമാന് അതും കൂടെ കാണിച്ച് എനിക്ക് മടിയോട്ടോ. പണ്ട് തൊട്ടേ എന്നെ മടിയൻ എന്നാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ മടി സ്വാഭാവികമായിട്ടും എനിക്കാണല്ലോ. ഇവനെ അത്ര മടിയനായിട്ടൊന്നും ആരും കാണാറില്ല. കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഇവനാണെന്നാണ് അമ്മ പറയുന്നത്. അമ്മോ അല്ലേ അമ്മോ? അപ്പൊ ഞാനാണ് സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ മടിയൻ. പക്ഷെ അത് വലിയ പെരുമയോടൊന്നും പറയാല്ല. നമ്മൾ യാഥാർത്ഥ്യം അക്സെപ്റ്റ് ചെയ്യണമല്ലോ. മടിയുണ്ടോ? അവിടെ ചോദിക്കും മടിയുണ്ടാവും. അതും ഫുഡിന് വേണ്ടി. കല്ല് വട്ട് ഒന്നും ചോദിക്ക്. അടുത്തത് ഹോസ്റ്റാണ് ഒരു ഹോസ്റ്റ്. ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. എന്റെ പേര് എഴുതണ്ട. വേണ്ട, നീ ആലോചിച്ചത് എന്റെ പേര് എഴുതണ്ടടാ. നീ എഴുതണ്ട. പഠിക്കുന്ന കാര്യത്തിലാണോ ഓക്കെ അമ്മ ഹാർഡ് വർക്കിംഗ് പേര്, വേറെ ഒരൊറ്റ കാര്യത്തിലില്ല. ഞാൻ ആത്മാർത്ഥതയോടാ വീഡിയോ ചെയ്തു. പിന്നെ നീ ആരെയാടാ എഴുതി? നീ ആരെയാടാ എഴുതിയത്? കണ്ടോടാ, അൻപ് പാസം കാണിക്കൂടാ. ഇവൻ എത്തി. ഞാനും കണ്ടിട്ടില്ല. അടുത്തത്
ഈ കൂട്ടത്തിലേ ആർക്കാ ഏറ്റവും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ ആഗ്രഹം? കാണിച്ച്. ഇല്ല ഇല്ല നിനക്കാ ഇവിടെ ഭൂരിപക്ഷമാണ് വലുത്. ആ കമു എന്റെ ദൈവമേ, ഞാനിവിടെ 30 വയസ്സ് കഴിയാതെ കല്യാണം കഴിക്കരുത് എന്ന് ഡെയിലി പറഞ്ഞോണ്ടിരിക്കും. അതൊക്കെ വീഡിയോയിൽ മാത്രമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. പക്ഷെ ഇനി വരും പറഞ്ഞായിരുന്നു. എന്താ അത് ഞാൻ ചുമ്മാ തമാശക്ക് ഓ പറയാം. ഞാൻ തമാശ അവൻ പറയുന്നില്ല തമാശ, ഞാൻ പറയുന്നില്ല ചെയ്തത്. ഓക്കെ ആയിക്കോട്ടെ. അപ്പൊ ഇതിലെ പേപ്പർ തീർന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളു. നീ തിന്നു വരുന്നത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളു മണ്ട. എവിടെ ഈ കാർഡ്ബോർഡിൽ എഴുതി. ഇവിടെ ഓ പഠിക്കാൻ ഏറ്റവും മിടുക്കൻ ആരാ? ആരെങ്കിലും ഉണ്ടോ? ആർക്കും ഇല്ല. എന്താ ഞാനാ? ഈ എഴുതിയ രണ്ട് ഉത്തരം പൊട്ടത്തെറ്റാ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരു കഴിവില്ല പഠിക്കാൻ. ഇങ്ങനെ പറയാതെ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ ഒക്കെ? കൊള്ളാം കൊള്ളാം. കഴിഞ്ഞോ? ഞാൻ ആ മൂടി പിടിച്ച് വന്നപ്പോഴത്തേക്ക് ഒത്തും തീർന്നു. സ്റ്റോക്ക് തീർന്നതുകൊണ്ടോ? അപ്പൊ ഗൈസ്, ഇന്നത്തെ ഒരു ടെലിപ്പതി ഇവിടെ കഴിഞ്ഞു. ഞങ്ങൾ ഈ ചോദ്യങ്ങൾക്കും അവസാനത്തെ കുറെ കൊനക്ട് ചോദ്യം ചോദിച്ചോണ്ട് ഞങ്ങൾക്ക് ഉത്തരവൊക്കെ തെറ്റിപ്പോയത്. ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ മാങ്ങ പറിക്കാൻ നിൽക്കുന്നതെന്ന് വിചാരിച്ചാ. അമ്മ ചോദിച്ച ചോദ്യങ്ങളും പിന്നെ ഗെയിം ചലഞ്ചും എല്ലാം ഞങ്ങൾ കൂടുതലും ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും തമ്മിലുള്ള ടെലിപ്പതി അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. ട്വിൻസ് ആയതുകൊണ്ടാ ഗൈസ് കൂടുതൽ ശരിയായാലും കാണാമായിരുന്നു. പിന്നെ ആരുമായിട്ട് ഞങ്ങൾ ചെയ്യണമായിരുന്നു. ഇതിന്റെ ഇതിന്റെ പേരും ടിൻസ് ടെലിപ്പതി എന്നാണ്. ഇപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ടെലിപ്പതിയാണ് ഞങ്ങളിപ്പോ വീഡിയോ എടുക്കുന്നത്. ഇനി അടുത്തത് അമ്മു ഞാനും അല്ലെങ്കിൽ അമ്മു അപ്പു അങ്ങനെ ടെലിപ്പതി ഓരോ പാർട്ടായിട്ട് ഞങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. അങ്ങനെ ടെലിപ്പതി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾ കമന്റ് ചെയ്താൽ മാത്രം ഞങ്ങൾ അടുത്ത പാർട്ടിന്റെ ഇറക്കുന്നതാണ്. ചെയ്യും. അതിൽ ഭൂരിഭാഗം പേര് റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോസ് ഞങ്ങൾ ചെയ്യാറുള്ളത്. പക്ഷേ ഈ ടെലിപ്പതി ചാനൽ ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞു റിക്വസ്റ്റ് ചെയ്തത്. ഫ്രണ്ടിന്റെ പേര് പറയണം. പറയാം. ഗൗരി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ പ്ലെയർ. ഇത് പറഞ്ഞിട്ട് അവള് കുറെ നാളെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു 6 months മേളിലായിട്ടുണ്ട് അവള് വീഡിയോ ഞാൻ പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ ഇപ്പഴായി ഒരു അപ്പൊ ഇന്നത്തെ ഈ ഒരു ടെലിപ്പതി ചലഞ്ച് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബി ആർ ഡബിൾ ബാനർ സൈനിങ് ഓഫ്. ബൈ ബൈ.